ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് യൂണിറ്റാണ്. യൂണിറ്റ് 10 സ്റ്റേറ്റിനെ പറ്റി പഠിക്കും. മറ്റൊന്ന് അതിപ്പോ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണ്, സ്റ്റേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, ഇതൊക്കെ അറിയണം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ജിയോ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള സ്റ്റേറ്റിന്റെ തുടക്കം സ്റ്റേറ്റ് എൻട്രിയിൽ നമ്മൾ ബൈ റോഡ് വരികയാണെങ്കിൽ നമുക്കറിയാം എൻട്രിങ് കേരള സ്റ്റേറ്റ്, എൻട്രിങ് തമിഴ്നാട് സ്റ്റേറ്റ് അവര് ബോർഡ് വെച്ചിട്ടുണ്ടാവും. ആ ജിയോ പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ജോഗ്രഫിക്കലി ആ സ്റ്റേറ്റ് എവിടെ നിന്ന് തുടങ്ങുന്നു, അത് എവിടെ പോയി അവസാനിക്കുന്നു. അപ്പൊ ഈ സ്റ്റേറ്റില് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്റ്റേറ്റിൽ ജീവിക്കുന്നവര് അവരുടേതായ ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറിക്കുള്ളിൽ അവർ ജീവിക്കുന്നു, ജനനം മുതൽ മരണം വരെ ജീവിക്കുന്നു. ആ ജീവിത കാലഘട്ടങ്ങളിൽ അവർ പല വിധത്തിലുള്ള സെക്യൂരിറ്റി ഗവൺമെന്റ് ആ കേരള ഗവൺമെന്റ് ആയാലും ശരി, തമിഴ്നാട് ഗവൺമെന്റ് ആയാലും ശരി, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും കൊടുക്കുന്നു. അവർക്ക് വേണ്ട പബ്ലിക് ആവശ്യങ്ങൾക്ക് വേണ്ട ബെറ്റർ ലൈഫിന് ആവശ്യമുള്ള സ്റ്റേറ്റ് മെയിൻറ്റെയിൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, സ്റ്റേറ്റ് മെയിൻറ്റെയിൻഡ് ബാക്കിയുള്ള എമ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റേറ്റിൽ താമസിക്കുന്നവര്, അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റേറ്റിന്റെ ലോസ് ഉണ്ട്. ലോസ് എന്ന് വെച്ചാൽ നിയമം. ആ നിയമം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ആ നിയമത്തെ നമ്മൾ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള അല്ല ഏരിയയിലുള്ള നിയമം നമ്മൾ അനുസരിച്ചില്ല, നമ്മൾ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗവൺമെന്റ് നമ്മളെ പണിഷ് ചെയ്യാം, ജയിലിലിടാം, ഫൈൻ അടിക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ റോഡിലുള്ള റൂൾസ് ആണ്. റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും സൗകര്യമായിട്ട് പോവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരെ പോലീസ് പിടിക്കും. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസ് പിടിക്കും, അവർക്ക് ഫൈൻ കൊടുക്കാൻ പറയും, അവരെ വണ്ടി പിടിച്ചിടും, അങ്ങനത്തെ പല കാര്യങ്ങൾ. കാരണം അത് ഡിസൊബീഡിയൻസ് ആണ്. ആൾക്കാരുടെ സ്റ്റേറ്റിലുള്ള റൂൾസിനെ ഡിസൊബേ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങൾ വരിക. കാരണം പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ എല്ലാ സിറ്റിസണും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ആ രാജ്യത്ത് ആ കൺട്രിയിൽ സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. ലീവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ഓൾസോ ലീവ്. കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ജീവിക്കണം. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റിൽ ജീവിക്കാത്തവൻ സ്റ്റേറ്റ് ഇല്ലാണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവൻ ദൈവമായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബീസ്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ആ പെർട്ടിക്കുലർ സ്റ്റേറ്റില് ആ ജിയോ പൊളിറ്റിക്കൽ ലെവലിലുള്ള അവിടെ താമസിക്കുന്നവർക്ക് ഒരേ വിധത്തിലുള്ള തോട്ട്സ് ഉണ്ടാവും. അത് ഏത് ഗവൺമെന്റ് ആയാലും വിരോധമില്ല, ലിബറൽ ആയാലും വിരോധമില്ല, അല്ല ഏത് ഓർഗനൈസേഷൻ ആയാലും വിരോധമില്ല, അവിടെ മാർക്സിസ്റ്റ് ഗവൺമെന്റ് ആയാലും വിരോധമില്ല. പക്ഷെ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ മൊറാലിറ്റി പ്രകാരം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പൊളിറ്റിക്കൽ പവർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയാണ്. നമ്മളുടെ കേരളത്തിൽ താമസിച്ചിട്ടുള്ള ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാവരും, അതായത് കേരളൈറ്റ്സ് എന്ന് പറയുന്നവർ നാടിന്റെ ഈ സ്റ്റേറ്റിനെ വിട്ട് നേഷനെ തന്നെ വിട്ട് അമേരിക്കയിലും UK-യിലും USA-യിലും പോയി സെറ്റിൽ ഡൗൺ ചെയ്യുന്ന മലയാളീസ് ഉണ്ട്. പക്ഷെ ഈ ചിങ്ങമാസത്തിൽ വരുന്ന ഓണം സ്പെഷ്യലൈസ് ആയിട്ട് അവിടെ കാര്യമായിട്ട് അവർ കൊണ്ടാടുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ആ സ്റ്റേറ്റിൽ ജനിച്ചു വളർന്ന സ്റ്റേറ്റിന്റെ ആ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റി അല്ലെങ്കിൽ അതിന്റെ കൾച്ചർ, ഇത് നമ്മൾ എവിടെ പോയാലും കൂടെ ഉണ്ടാവും, നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് വളരെ വളരെ
ക്ലിയർ ആയിട്ട് പറയാം. അപ്പോ അവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാല് ഒരു സ്റ്റേറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവരുടെ ജനതയുടെ തോട്ട്സ്, അതേമാതിരി അവരുടെ തന്നെ ആശയങ്ങൾ, മനസ്സിൽ വളരുന്ന ആശയങ്ങളൊക്കെ വലുതായി വരുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർ കുട്ടികൾക്ക് വളരെ കാര്യമായിട്ട് ചെറുപ്പം മുതലേ പഠിപ്പിനോട് അല്ലെങ്കിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പാരന്റ്സ് ഇപ്പൊ കേരളം എന്ന് മാത്രമല്ല എല്ലാ സ്റ്റേറ്റ്സിലും അതുണ്ട്. പാരന്റ്സ് കുട്ടികളുടെ സ്റ്റഡീസിനെ പറ്റി വറിയടിക്കുക, സ്റ്റഡീസിന് ക്ലിയർ ആയിട്ട് അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുക, ഫോളോ അപ്പ് ചെയ്യുക, ഡേ ബൈ ഡേ ഫോളോ അപ്പ് ചെയ്യുക. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മള് എഡ്യൂക്കേഷന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് നമ്മളുടെ ഗവൺമെന്റും അതേമാതിരി കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് എങ്ങനെയാണ് കുട്ടികളെ അല്ലെങ്കിൽ സിറ്റിസനെ എൻകറേജ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ആ ബൗണ്ടറിക്കകത്ത് താമസിക്കുന്ന കുട്ടികളിൽ സ്റ്റേറ്റ് ബോർഡിൽ ആയിക്കോട്ടെ സെൻട്രൽ ബോർഡിലായിക്കോട്ടെ, ഏതായാലും സ്റ്റേറ്റ് ബോർഡിനെയാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ മാക്സിമം A+ കിട്ടി അല്ലെങ്കിൽ ഹയസ്റ്റ് സ്കോർ കിട്ടി സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് പിള്ളേർക്ക്. അതേമാതിരി ഗവൺമെന്റ് ആയ ഏത് ഗവൺമെന്റ് ആയാലും അവരെ വിളിച്ച് പ്രോത്സാഹനം കൊടുക്കുകയും ഹയർ സ്റ്റഡീസിനുള്ള അഡ്മിഷൻസിനുള്ള വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ കോവിഡ് സമയത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റില് വളരെ പ്രശ്നമായ ഒരു കാര്യമായിരുന്നു കോവിഡ് ടൈമിൽ എഡ്യൂക്കേഷനിലെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് എല്ലാ സ്കൂൾസിലും ഈ ഇന്റർനെറ്റ് വഴിയുള്ള പഠിപ്പിക്കലും റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളും തുടങ്ങിയത്. അല്ലെങ്കിൽ അതിനു മുമ്പ് വരെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. എല്ലാം വന്ന് ക്ലാസ്സിൽ വന്നിരുന്ന് ഫിസിക്കലി പ്രസന്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടുന്നുള്ളൂ. ഫിസിക്കലി പ്രസന്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ടീച്ചേഴ്സ് ഏത് സബ്ജക്റ്റ് എടുക്കുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി മാറിപ്പോയി. കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് സ്റ്റേറ്റ് കമ്പൽസറി എലിമെന്റ് എന്നുള്ള ലെവലില് ഇപ്പൊ KG സെക്ഷനിൽ തന്നെ KG ക്ലാസ് റൂം തന്നെ സ്മാർട്ട് ബോർഡ് കൊണ്ടുവന്നു. ഈ സ്മാർട്ട് ബോർഡ് വഴി കുട്ടികള് നല്ല വിഷ്വലൈസ് ചെയ്താണ് അവരുടെ ലെസൺസ് അവര് മനസ്സിലാക്കുന്നത്. കാരണം വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ മെമ്മറിയിൽ അത് നിൽക്കും, കുറച്ചുകൂടെ നിൽക്കും, അല്ലെങ്കിൽ ഓർമ്മയിൽ അത് നിൽക്കും. അതുകൊണ്ടാണ് ആ വിഷ്വൽ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി സ്മാർട്ട് ബോർഡ്സ് KG ലെവലിൽ വരെ കൊണ്ടിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയില് ആൾക്കാരെ ഒരുമിച്ച് ഏതെങ്കിലും ഡെഫിനറ്റ് ആയിട്ടുള്ള പോർഷനിൽ താമസിക്കുന്നവര് കൺട്രോൾ ചെയ്ത് എക്സ്റ്റേണൽ കൺട്രോളിലും ഇന്റേണൽ കൺട്രോളിലും ഓർഗനൈസ്ഡ് ഗവൺമെന്റും അങ്ങനെ അത് ഹാബിച്വൽ ഒബീഡിയൻസ് ആയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് കോൺസെപ്ഷൻ അല്ല. ഇവിടെ നമ്മൾ ഫിസിക്കൽ എലിമെന്റ്സ് ഉണ്ട്. ഈ ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കുന്ന എന്താ, ബേസിക് ആയിട്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന പോപ്പുലേഷൻ. അതേമാതിരി രണ്ടാമതായിട്ട് പറയുന്നത് അവിടുത്തെ നിലം അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ ടെറിട്ടറി, എവിടം തൊട്ട് എവിടം വരെ. അപ്പൊ നമ്മൾ മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും എത്ര കിലോമീറ്റർ തുടങ്ങുന്നു, എവിടെന്ന് തുടങ്ങുന്നു, എവിടെന്ന് അവസാനിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഈ 4 കാര്യങ്ങളാണ് സ്പെഷ്യലായിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 1 പോപ്പുലേഷൻ, 2 ടെറിട്ടറി, 3 ആ ഗവൺമെന്റ്, അവിടെ ഭരിക്കുന്ന ഗവൺമെന്റ്, 4 സോവറിനിറ്റി. ഇത് 4 കൂടെ ചേരുമ്പോഴാണ് സ്റ്റേറ്റ് എന്ന് പറയാം. ഇനി സ്റ്റേറ്റും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാന്ന് നോക്കാം. സ്റ്റേറ്റ്, നേഷൻ, കൺട്രി, ഗവൺമെന്റ്, നേഷൻ, സ്റ്റേറ്റ്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തിയററ്റിക്കലി ആൻഡ് പ്രാക്ടീസിലും ഒരു സ്റ്റേറ്റിന്റെ ടേമിന് എടുക്കുമ്പോൾ പൊളിറ്റിക്കൽ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ, വേൾഡ് കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ ജോഗ്രഫി മാത്രമാണ് പറയുന്നത്. അപ്പൊ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ജോഗ്രഫി ഉണ്ട്, അതിൻ്റെതായ ഇൻഡിപെൻഡന്റ് ആയിരിക്കാം ഗവൺമെന്റ്, അല്ലെങ്കിൽ കോയലീഷൻ ഗവൺമെന്റ് ആയിരിക്കാം, എങ്ങനെയായാലും വിരോധമില്ല. അപ്പോ ഇവിടെ നമ്മൾ നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, കോൺസെപ്റ്റ് ഓഫ് നേഷനും കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റും. അപ്പോ കൾച്ചറൽ പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ പറയുന്നത് എന്താന്ന് വെച്ചാല്
ഒരുമിച്ച് പീപ്പിൾ ഒരുമിച്ച് ഷെയർഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റി എന്താ? ലാംഗ്വേജ്, റിലിജിയൻ, റേസ്, കൾച്ചർ ആൻഡ് എനി അതർ ഫോം. ഏതെങ്കിലും വിധം കളക്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ് നമ്മൾ നാഷണൽ ഐഡന്റിറ്റി എന്ന് പറയാം. സാധാരണമായിട്ടുള്ള ഐഡന്റിറ്റി, വൺ നേഷൻ ഫ്രം അനദർ. അപ്പോ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗൾഫ് കൺട്രികളിൽ അവരുടെ തലയിലുള്ള ഒരു കറുത്ത ഒരു 2 റിങ്ങും അവരുടെ ഒരു റെഡ് ആൻഡ് വൈറ്റ് ഒരു ക്ലോത്ത് അവർ തലയിൽ കവർ ചെയ്യാറുണ്ട് ജെൻസ്. അത് അവരുടെ നാഷണൽ ഐഡന്റിറ്റിയാണ്. കാരണം അത് അവരുടെ രാജ്യത്തിൽ അത് മെയിനായിട്ട് ജെൻസ് ആണ് അത് കവർ ചെയ്യുക. ലേഡീസ് ആണെങ്കിൽ അവർക്ക് അവരുടെ നാഷണൽ ഐഡന്റിറ്റിയില് പർദ്ദ ധരിക്കണം, കറുത്ത ഡ്രസ്സ്, ഉടുപ്പ്, മുഖം മാത്രം കാണിക്കുക, കണ്ണ് മാത്രം ഇങ്ങനെ കവർ ചെയ്യാണ്ട് അതൊരു നാഷണൽ ഐഡന്റിറ്റി ആണ്. അപ്പോൾ ഈ നാഷണൽ ഐഡന്റിറ്റി ഓരോ നേഷനും അതിൻ്റെതായ സെപ്പറേറ്റ് ആയ ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പൊ കളക്റ്റീവ് സെൻസ് ഓഫ് വൺനെസ് എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാരും ഒരേ മാതിരി നല്ല ലെവലിലാണ്. അപ്പൊ ഈ നാഷണൽ ഐഡന്റിറ്റിയിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കളക്റ്റീവായിട്ട് ബൗണ്ടിൽ കൊണ്ടുവരികയും കോമൺ ആയിട്ടുള്ള നാഷണൽ ഐഡന്റിറ്റി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പൊ ആ ലെവൽ നോക്കുമ്പോൾ ഒരു സ്റ്റേറ്റും നമുക്ക് പ്യോറായിട്ട് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയാനുള്ള സാധ്യത ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പോ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ, താമസിക്കുന്നവര്, സ്റ്റേറ്റിനെ പറ്റി പറയുന്നില്ല. ഇവിടെ നമ്മൾ പറയുന്നു ജൂസ് ഒരു ഗ്രൂപ്പായിരുന്നു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, പക്ഷെ അവർക്കൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല. അത് World War II ശേഷമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. അതേമാതിരി ടിബറ്റൻസും ചെഷ്യൻസും പീപ്പിൾ ഒരു സ്റ്റേറ്റ് ഇല്ലാത്ത ആൾക്കാരും നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് എന്ന് തോന്നും, പക്ഷെ ഗവൺമെന്റ് അല്ല അത്. അപ്പോ റെഫറൻസ് ഉണ്ട്, ഗവൺമെന്റും സ്റ്റേറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അല്ലാണ്ട് സെപ്പറേറ്റ് സ്റ്റേറ്റ് ഇല്ലാണ്ട് ഗവൺമെന്റ് ഇല്ല, ഗവൺമെന്റ് ഇല്ലാണ്ട് സ്റ്റേറ്റ് ഇല്ല. അപ്പൊ രണ്ടിനും പരസ്പരം വിരുദ്ധമായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല, പരസ്പരം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് എന്താന്ന് വെച്ചാൽ, ലിബറൽ ആയിട്ട് കുറച്ചുകൂടെ വിസ്താരമായിട്ടുള്ള മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് പറയുമ്പോൾ ബേസ്ഡ് ഓൺ നമ്മളുടെ ലിബറലിസം എന്ന് വെച്ചാൽ ഇത്തിരി ഫ്രീഡം കൊടുക്കുക, ഫോക്കസ് ചെയ്യുന്നത് ഫ്രീഡത്തിനും റൈറ്റ്സിനും, ലിബർട്ടി, മോഡേണിറ്റി, പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്. അതിനാണ് അവിടെ ലിബറലിസത്തില് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ പ്രൈമറി കൺസേൺ എന്താന്ന് വെച്ചാല് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഓരോ മനുഷ്യന്റെയും ഓരോ ഇൻഡിവിജ്വലിന്റെ റൈറ്റ്സും അവരുടെ പ്രോപ്പർട്ടിയും അവരുടെ വാല്യൂ, ഡെമോക്രസിയില് നമ്മളുടെ ജനാധിപത്യത്തില് ഇതൊക്കെ വളരെ കാര്യമായിട്ട് നോക്കണം. അപ്പോൾ തോമസ് ഹോബ്സ് പറയുന്നുണ്ട്, ഒരു ഫസ്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് ലിബറൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ്. അപ്പോ ഇതേമാതിരി തന്നെ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട്, സോഷ്യൽ ലൈഫ് ഇസ് എ കോൺട്രാക്ട്, ഫ്രീ ആൻഡ് ഈക്വൽ ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി. അതിന്റെ പ്രകാരം സ്റ്റേറ്റ് എല്ലാവർക്കും വേണ്ട കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സിമിലർ ഫാഷനിൽ തന്നെയാണ് ജോൺ ലോക്കും പറഞ്ഞിട്ടുള്ളത്. ജോൺ ലോക്ക് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്? ആൾക്കാരുടെ, ജനങ്ങളുടെ റൈറ്റ്സിനെയും അവകാശത്തിനെയും പ്രോപ്പർട്ടിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇമ്പാർഷ്യൽ ആയിട്ട് എല്ലാ ഗ്രൂപ്പിനും, കോമ്പീറ്റിംഗ് ഗ്രൂപ്പ്സിനും, ആൾക്കാർക്കും, ഇൻഡിവിജ്വലിനും സിറ്റിസണിനും എല്ലാവർക്കും സമാധാനമായിട്ട് താമസിച്ചു പോവാന്നുള്ള ഇൻട്രസ്റ്റിനെയാണ്. കോമൺ ഇൻട്രസ്റ്റ് വരണം. എല്ലാവരും, അതാ ഞാൻ ആദ്യമേ റോഡിനെ പറ്റി പറഞ്ഞത്, കോമൺ ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റിൽ എല്ലാം പോവാനുള്ള താല്പര്യം ഉണ്ടാവണം. അതേസമയം മാർക്സിസ്റ്റ് വ്യൂല് പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, പക്ഷെ
ഇൻസ്ട്രുമെന്റ് എന്നുള്ള ക്ലാസ്, അവിടെ ക്ലാസ് ടു സപ്രസ് ദ അതർ ക്ലാസ് എന്നുള്ള ഒരു വ്യൂ വരുന്നില്ല. ഇവിടെ മാർക്സിസം ആർഗ്യൂ ചെയ്യുന്നത് എന്താ വെച്ചാല് സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ, ഒരു പ്രത്യേക ഡോമിനന്റ് ഗ്രൂപ്പിനല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതേമാതിരി സ്റ്റേറ്റ് ക്ലാസ് എന്ന് പറയും, ക്ലാസ് സ്റ്റേറ്റ് എന്ന് പറയും. ഇനി ഇവിടെ പുതിയതായിട്ട് നമ്മളുടെ മോഡേൺ കൺസെപ്ഷനിൽ സ്റ്റേറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? മോഡേൺ കൺസെപ്ഷൻ എന്ന് വെച്ചാൽ പ്രസന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അതിൽ പറയുന്നത് കളക്റ്റീവൈസ്ഡ് ലീവിങ് പീപ്പിൾ, അവിടെ എവിടെ സെറ്റിൽഡ് ലൈഫ്, സെറ്റിൽഡ് ആയിട്ടുള്ള ഓർഡർലി ട്രേറ്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് പഴയ കാലത്തെ മാതിരി അല്ല. ഇപ്പോൾ ഐഡിയ ഓഫ് സ്റ്റേറ്റ് മാറി മാറി വരുന്നു. ആദ്യകാലങ്ങളിൽ ആദ്യമായിട്ട് ഇത് ഉണ്ടായത് ഗ്രീക്കിലാണ്. ഗ്രീക്കില് ഏൻഷ്യൻ ടൈമിൽ പറഞ്ഞത് പോളിസ് എന്നാണ്. റോമൻസ് യൂസ് ചെയ്ത ടേം റെസ്പോളി അല്ലെങ്കിൽ റിപ്പബ്ലിക്ക. അങ്ങനെയാണ് ടേംസ് ഇവിടെ വരുന്നത്. സ്റ്റേറ്റ് എന്നുള്ള ഒറിജിൻ വേർഡിന്റെ റൂട്ട് വേർഡാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്ത് വരുന്നത് കമ്പാരിറ്റീവ്ലി മോഡേൺ ആണ്. ആ റൈറ്റിംഗ്സ് 16-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ തിങ്കർ നിക്കോളോ മക്കാവലിയാണ് ഇതിനെപ്പറ്റി ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാ വെച്ചാല് പവർ ഉപയോഗിച്ച് അതോറിറ്റി, ബാക്കിയുള്ളവരുടെ മേലിൽ അതോറിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പൊസിഷൻ എന്നുള്ളതാണ് മക്കാവലി പറയുന്നതിന്റെ അർത്ഥം. ഈ കോൺസെപ്ഷൻ സ്റ്റേറ്റില് ഫോക്കസ് അറ്റൻഷൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും എല്ലായിടത്തും ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ടായിരുന്നവരെ പലരും മാറി മാറി അഭിപ്രായങ്ങൾ പറയുന്നു. ജോൺ ബെഡിൻ പറയുന്നത് ലോഫുൾ ഗവൺമെന്റ് വിത്ത് സോവറിൻ പവേഴ്സ്. തോമസ് ഹോബ്സ് പറയുന്നു സ്റ്റേറ്റ് ഒരു പബ്ലിക് പവറാണ്. പബ്ലിക്കിന്റെ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം, അവരുടേതായ ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ള അധികാരം, ഇങ്ങനെ വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ അധികാരത്തിന് ഉപയോഗിക്കാം. അപ്പോ നമ്മള് യൂറോപ്പില് ആദ്യ കാലഘട്ടങ്ങളിൽ കോളനൈസേഷൻ ഉണ്ടായിരുന്നു. അവരുടെ പവർ കൊണ്ടാണ് അവര് അടുത്ത കൺട്രികളെ കോളനൈസ് ചെയ്യാൻ പറ്റിയത്. ആ പവറിനെ എക്സസൈസിങ് അവരുടെ പവറിനെ വേറൊരു കൺട്രിയിൽ അടിച്ചമർത്തിപ്പെടുമ്പോൾ അതിനെ നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയും. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. തിയററ്റിക്കലി എങ്ങനെയാണ് ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് എന്ന് വന്നത്. അപ്പോ ഡെവലപ്മെന്റൽ സ്റ്റേറ്റിൽ വരുമ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് എല്ലാവരും മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എക്കണോമിയും ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡെവലപ്മെന്റ് കൺസീവ് ആവുന്നത് എപ്പോ തന്നെയാണ്? ഈ പോസ്റ്റ് വാർ യൂറോപ്പിലും ജപ്പാനിലും വെസ്റ്റേൺ ഇമ്പീരിയലിസത്തിന് അവര് അടിച്ചമർത്തപ്പെട്ട സമയം. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഡീകോളനൈസേഷൻ, അതായത് ബിഗിനിങ് ഓഫ് ഡീകോളനൈസേഷൻ, തുടക്കം. കോളനികളെല്ലാം മാറി സ്വന്തം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയത്തിനാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലിബറൽ തിങ്കേഴ്സും നോൺ വെസ്റ്റേൺ വേൾഡും സഫർ ചെയ്യുന്ന ട്രഡീഷണൽ ഫോഴ്സസിനെ ഡെവലപ്മെന്റൽ പ്രോസസ് എന്ന് പറയുന്നു. ഇക്കണോമിക്കലായിട്ട് ധനപരമായിട്ടുള്ള അഡ്വാൻസ്മെന്റ് സോഷ്യൽ ബേസ് ആണ് ഈ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസില്. 1960-ലും 70-ലും സോഷ്യൽ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള 2 ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിന്റെ ബേസിസ് എന്താ വെച്ചാല് അഡ്വാൻസ്ഡ് സ്റ്റേറ്റ്, അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ്, അല്ലെങ്കിൽ അടുത്തത് ഡെവലപ്പിംഗ് കൺട്രീസ്. എന്താണ് ഡെവലപ്ഡ് കൺട്രീസ്? പുരോഗമനം കൂടെയുള്ള കൺട്രികളാണ് ഡെവലപ്ഡ് കൺട്രീസ്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കൺട്രികളാണ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പൊ ഈ ടേമില് ഇക്കോണമിയാണ് ഉദ്ദേശിക്കുന്നത്, പൊളിറ്റിക്കൽ പവറും ഉദ്ദേശിക്കുന്നു, സൊസൈറ്റിയുടെ ഇംപ്രൂവ്മെന്റും ഈ ഡെവലപ്മെന്റിൽ എന്നുള്ള റെഫറൻസിൽ നമ്മൾ വരുന്നുണ്ട്. ഇനി എന്താണ് ഡെവലപ്മെന്റ്? കൺസെപ്റ്റ് ചെയ്യുന്നത് എന്താണ് ഡെവലപ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെന്റ് നമ്മൾ പറയുമ്പോൾ പൊളിറ്റിക്കൽ കുറവും ഗവൺമെന്റിന്റെ ടേംസിനാണ്. അപ്പോ ഐഡിയ ഓഫ് ഡെവലപ്മെന്റ് കൂടുതലായിട്ടും എക്കണോമിക്
ധനപരമായ കാര്യങ്ങളും പൊളിറ്റിക്സ് രാഷ്ട്രീയം കുറവും. രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഗ്രോത്ത് പ്രസൻസിൽ വന്നിട്ട് പ്രോഗ്രസീവായിട്ട് പൊളിറ്റിക്കലും സോഷ്യൽ വാല്യൂസും വരുന്നു. അപ്പോൾ ഈ നമ്മൾ സ്റ്റേറ്റിൽ ഇത് രണ്ടും ഒരുമിച്ച് ടോട്ടാലിറ്റി വന്നാൽ അതിന്റെ അർത്ഥം അവിടെ ജസ്റ്റിസ്, നിയമം നടപ്പ് ശരിയാവും, ലിബർട്ടി ഉണ്ടാവും, എല്ലാവർക്കും ഇക്വാളിറ്റി തുല്യത ഉണ്ടാവും, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടാവും, സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവും. ഇതെല്ലാം കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുന്നു. ഭയങ്കരമായ ബെറ്റർമെന്റിനാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാം. 1960-ലും 70-ലും ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. ആ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്ന സമയത്ത് വെസ്റ്റേൺ പൊളിറ്റിക്കൽ സ്കോളേഴ്സ് ഡെവലപ്ഡ് വെസ്റ്റിനെ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളെ ഡെവലപ്പ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവരാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്സില് ബാക്ക്വേർഡ് എന്ന് പറയും, അവരെ ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അതിന് ആ മെഷർമെന്റിന് നമ്മൾ ഒരു സ്റ്റേറ്റിന്റെ റിക്വയർമെന്റ് വരുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? നല്ല വിധത്തിലുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹൗസിംഗ്, താമസിക്കാനുള്ള സൗകര്യം, എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള സൗകര്യം, ഹെൽത്ത് കെയർ, ലൈഫ് എത്രത്തോളം നീണ്ടുപോകുന്നുള്ളത്, എല്ലാവർക്കും വരുമാനം എങ്ങനെയായിരിക്കും, സക്സസ്ഫുൾ ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസികൾ, ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഈ പാരാമീറ്റേഴ്സ്, അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ജീവിതത്തിന്റെ പാരാമീറ്റേഴ്സ് നടത്തിപ്പിലാക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. ഇനി ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ വ്യത്യാസങ്ങളിൽ പറയുമ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് കൺട്രികളാണ് റാൻഡം ആയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ ഡെവലപ്ഡ് അല്ല അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജർമ്മനി, നാംബിയ, ബ്രസീൽ, കംബോഡിയ, USA. ഇതിൽ നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഇതൊക്കെ ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ഏതാണ് അല്ലെങ്കിൽ കൺട്രി ഏതാണ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് ആൾക്കാർ പറയാറുണ്ട് കംബോഡിയ, നസാംബിയ, ബ്രസീൽ ആർ ഡെവലപ്പിംഗ്. അതേസമയം ജർമ്മനിയും USA-യും എല്ലാം ഡെവലപ്ഡ് ആണ്. ഇതെങ്ങനെയാ വന്നത്? കോൾഡ് വാർ ടൈം, അതായത് നമ്മളുടെ വാർ കഴിഞ്ഞിട്ടുള്ള ടൈമിനെയാണ് കോൾഡ് വാർ ടൈം എന്ന് പറയാ. 2 ബ്ലോക്ക് ഉണ്ട്. ഒന്ന് US ലെഡ് വെസ്റ്റേൺ ബ്ലോക്ക്, അതിനെയാണ് ഫസ്റ്റ് വേൾഡ് എന്ന് പറയാ. രണ്ടാമത് സോവിയറ്റ് യൂണിയനിലെ ലീഡ് ചെയ്യുന്ന ഈസ്റ്റേൺ ബ്ലോക്ക്, അതിനെ സെക്കൻഡ് വേൾഡ് എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാർ USA, സെക്കൻഡ് വേൾഡ് വാർ വെസ്റ്റേൺ സോവിയറ്റ് യൂണിയൻ. ആ മേജർ പവേഴ്സ് ആണ് അവിടെ. ഇനി ഒരു വേറൊരു ടേം പറയുന്നുണ്ട് തേർഡ് വേൾഡ്. തേർഡ് വേൾഡ് എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാല് ഏത് രാജ്യങ്ങൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അടിമകളായിട്ടിരുന്നോ, ഔട്ട്ഡേറ്റഡ് ആയിട്ടിരുന്നോ, അവര് ഫ്രീഡം മേടിക്കുകയും പോസ്റ്റ് കൊളോണിയൽ കൺട്രീസിനെയാണ് നമ്മൾ തേർഡ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് വേൾഡില് ഔട്ട്റേറ്റ് ചെയ്ത് അതിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് എന്നാണ്. കാരണം അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കൺട്രികളാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് ഇതിൽ എന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് എന്നുള്ള ഡിബേറ്റ് വരുന്നു. നോർത്ത് എന്നുള്ളത് വെസ്റ്റേൺ കൺട്രീസിനെയും, അതായത് നോർത്തേൺ സൈഡ് ഓഫ് ദ ഇക്വേറ്റർ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സൗത്ത് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിന്റെ താഴെ വരുന്ന സൗതേൺ കൺട്രികളാണ്. ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ഇക്വേറ്ററിൽ വരുന്നതൊക്കെയാണ് നമ്മൾ ഡെവലപ്ഡ്, അത്ര ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നു. ഇനി യാർഡ് സ്റ്റിക്ക് രണ്ടിനും പല വിധത്തിലുള്ള GDP പെർ ക്യാപിറ്റ ഇൻകം, ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഏതൊക്കെ വിധത്തിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആയിട്ടുള്ളത്, ഇതൊക്കെയാണ് അളവുകോലുകൾ എത്രത്തോളം കൺട്രി ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടെ നമ്മൾ കൊളോണിയലിസത്തിനെയും മാറ്റി നിർത്തണം. കാരണം പോസ്റ്റ് കൊളോണിയൽ കൺട്രീസ്, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഇവരൊക്കെ 70% വേൾഡിന്റെ പോപ്പുലേഷൻ ഉള്ളവരാണ്. അപ്പോൾ മാക്സിമം 70% പോപ്പുലേഷൻ ഈ ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊളനൈസേഷൻ ഫേസ് ചെയ്തവരും
കോളനിയൽ ചാലഞ്ചസ്, വെസ്റ്റേൺ കൺട്രികളുടെ ചാലഞ്ചസ് ഫേസ് ചെയ്തവരാണ് അവര്. ഇൻഡിപെൻഡൻസ് ടൈമില് അക്യൂട്ട് ആയിട്ടുള്ള എക്കണോമിക്, അതായത് സാമ്പത്തികമായ ക്രൈസിസ് ഉണ്ടാവുകയും ഇല്ലിറ്ററസി, പഠിപ്പില്ലായ്മ, എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, സോഷ്യൽ ടെൻഷൻ, അവയർനെസ്, പൊളിറ്റിക്കൽ അവയർനെസ് ഒക്കെ കുറവായിരുന്നു. അപ്പോ അവരുടെ അത് ഒരു ഡെഫിസിറ്റ് ആണ്, അവരുടെ ഒരു നഷ്ടം, കുറവുള്ള ലെവലിലാണ് നമ്മൾ സോഷ്യോ പൊളിറ്റിക്കൽ പ്രോഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഈ പോസ്റ്റ് കോളനിയൽ കൺട്രികളും എല്ലാം കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് ഓർ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോ ഡെവലപ്ഡ് കൺട്രീസ് ആയ ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള വെസ്റ്റേൺ യൂറോപ്പ്, നോർത്തേൺ അമേരിക്ക, അതേമാതിരി പുതിയതായിട്ട് വന്നിട്ടുള്ള ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇതെല്ലാം ഡെവലപ്ഡ് ആൻഡ് മോഡേണൈസേഷൻ ഉള്ള കൺട്രികളായിട്ട് നമ്മൾ എടുക്കുന്നു. ഇതിൽ നമ്മൾ വളരെ അച്ചീവ് ആയിട്ടുള്ള ഹൈ ലെവൽ എക്കണോമിക് എഫിഷ്യൻസിയും ഗ്രോത്തും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പോപ്പുലേഷൻ, അവിടുത്തെ രാജ്യത്തെ ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടി വരുന്നു. ഇക്കണോമിക് ഡിപ്പെൻഡൻസും വൈഡ് സ്പ്രെഡ് പ്രോപ്പർട്ടിയും നമ്മൾക്ക് തേർഡ് വേൾഡിലേക്ക് വരുന്നു. അപ്പോ യുണൈറ്റഡ് നേഷൻസിന്റെ അഭിപ്രായ പ്രകാരം ഡെവലപ്പിംഗ് കൺട്രിയില് സ്റ്റാൻഡേർഡ് ലിവിങ്, ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറവായിരിക്കും. അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയലും അണ്ടർ ലെവലായിരിക്കും, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ഹ്യൂമൻ ഇൻഡെക്സ്, ഡെവലപ്മെന്റ് ഇൻഡെക്സും HDI ഇതും കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എഡ്യൂക്കേഷൻ നന്നായിട്ട് കൊണ്ടുവരാം, ഹെൽത്ത് കെയർ എത്ര കൊണ്ടുവരാം, സാനിറ്റേഷൻ എങ്ങനെ കൊടുക്കാം, നല്ല വിധത്തിലുള്ള വെള്ളം കൊടുക്കുക, അതേമാതിരി മോഡേണിറ്റി എന്ന് പറയുന്ന വെസ്റ്റേൺ ഇതിനൊക്കെയാണ്. അപ്പോൾ ഈ ബേർഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനാണ് പോവർട്ടി, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഡെവലപ്പിംഗ് ആയിട്ട് വന്നിട്ടുള്ള രാജ്യങ്ങളിലെ ദരിദ്രം, ഇൻകം ഇല്ലായ്മ, ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ഇതിനെയൊക്കെ മാറ്റിമറിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ നമ്മൾ നേച്ചർ നോക്കുകയാണെങ്കിൽ, ഡെവലപ്ഡ് കൺട്രീസിലുള്ള നേച്ചർ നോക്കുകയാണെങ്കിൽ, അവരുടെ ഫേസസ് നോക്കുമ്പോൾ പോസ്റ്റ് കോളനിയിൽ അവരുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. അവർ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിരിക്കും. അതേമാതിരി കൺട്രിയുടെ എക്കോണമിയും അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പും കൺട്രോളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ട് ക്യാരക്ടറൈസേഷനിലാണ് ഈ ഡെവലപ്പിംഗ് വേൾഡ് എത്തേണ്ടത്. ഇപ്പോ നമ്മൾ റെപ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതേമാതിരി അക്കോർഡിംഗ് ഗ്രിംസി പറയുന്നു, രണ്ട് എലിമെന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് നിർബന്ധമായ അപ്പാരറ്റസ്, അതായത് കോസീവ് അപ്പാരറ്റസ്, അതായതൊക്കെയാ പോലീസ്, ആർമി, ജുഡീഷ്യറി അതോറിറ്റി, റൂൾ ചെയ്യുന്ന ഗവൺമെന്റിന്റെ അതോറിറ്റി. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സാധാരണ സിവിൽ സൊസൈറ്റി ആയ നമ്മളുടെ മീഡിയ, സ്കൂള്, പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ പാർട്ടീസ്, ട്രേഡ് യൂണിയൻസ്, ഇവരെല്ലാം കൂടെ ചേർന്നതാണ് റൂളിംഗ് ക്ലാസ് കംപ്ലൈ ചെയ്ത് വരുന്നത്. ഇങ്ങനെ ഈ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ളതും വെൽ ഡെവലപ്പ് ആയിട്ടുള്ളത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്ഥിരമായ ഗവൺമെന്റും ഉണ്ടെങ്കിൽ ഒരു റിലേറ്റീവ്ലി ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസപ്രോപ്രിയേഷൻ ആയിട്ടുള്ള വെൽത്തും അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും വരുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, എവിടെയാണോ ഇൻഡിവിജ്വൽസ് റൂളിംഗ് പവർ ക്ലാസ് വൈസ് ഇത് വരികയാണെങ്കിൽ, മാർക്സിസ്റ്റ് കോളുന്നത് അതിനെ പറയുന്നത് റൂളിംഗ് ക്ലാസ് എന്നാണ്. അപ്പൊ റൂളിംഗ് ക്ലാസ് ആണ് മെജോറിറ്റി പ്രോപ്പർട്ടി ഓൺ ചെയ്യും, കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം. അങ്ങനെയാണ് അവര് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ വരുമ്പോ നമ്മൾ നോക്കേണ്ടത് സിഗ്നിഫിക്കന്റ് ഫീച്ചർ എന്താണ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നു. അപ്പൊ ഈ ക്യാപിറ്റലിസത്തില് പ്രൈവറ്റില് അവരുടെ കയ്യിലാണ് ഇക്കണോമിക് പവർ, അവരാണ് മാസീവായിട്ട് സൊസൈറ്റീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് വരുന്നത്. ഇനി നേച്ചർ, ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള സ്റ്റേറ്റിന്റെ പൊസിഷൻ എന്താന്ന് നോക്കാം. അവിടെ മെജോറിറ്റി മുഴുവനും
ദരിദ്രരായിരിക്കും, എക്കണോമിക്കലി ഡിപ്പെൻഡന്റ് ആയിരിക്കും, എത്നിക് ആയിരിക്കും, മതപരമായിട്ടും ട്രൈബൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ കൂടുതലുണ്ടായും. ഇതൊക്കെ അനുഭവിച്ചവരാണ്. ഇവരുടെ ഈ കാരണം ബാക്ക്വേർഡ്നെസ് കൊണ്ടാണ്. ഈ ബാക്ക്വേർഡ് സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല, എക്കണോമിക് സ്റ്റെബിലിറ്റി ഇല്ല, സോഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇങ്ങനത്തെ ഒരു അപ്പാരറ്റസും ഏജൻസീസിനാണ് മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെവലപ്ഡ് വെസ്റ്റേൺ കൺട്രീസിൽ സെഞ്ചുറീസ് ഫോർമുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും സൊസൈറ്റികൾ അല്ലെങ്കിൽ സെമി ട്രൈബൽ, സെമി ഫ്യൂഡൽ ലൈഫ്. സെമി ട്രൈബൽ എന്ന് വെച്ചാൽ പാതി ട്രൈബൽ ലെവൽ, പാതി ഫ്യൂഡൽ ലെവൽ, ഒരു ചെറിയ ഒരു രാജാവ് അല്ലെങ്കിൽ ചെറിയ ഒരു ജന്മി എന്നുള്ള ലെവലില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ സ്റ്റേറ്റിലേക്ക്, ഒരു പുതിയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ പരസ്പരം സിവിൽ വാർ ഉണ്ടാവും, പരസ്പരമുള്ള വാറുകൾ. അങ്ങനത്തെ സിവിൽ വാർ വരുന്നതാണ് 1967 നൈജീരിയയിൽ ഒരു സിവിൽ വാർ ഉണ്ടായിരുന്നു. അതൊരു ഗ്രൂപ്പുകൾ തമ്മിൽ ഉള്ള അടികളാണ് നമ്മൾ സിവിൽ വാർ, രാജ്യത്തിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടീനെയാണ് സിവിൽ വാർ എന്ന് പറയാ. റുവാണ്ടയിലെ ഇതേമാതിരി അടി ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ ശ്രീലങ്കയിലും തമിഴന്മാരും സിംഗളേഴ്സും അടി ഉണ്ടായിരുന്നു. അതേമാതിരി കെനിയയിൽ ഇതേമാതിരി ഡൈവേഴ്സ് ഗ്രൂപ്പ്, പല ഗ്രൂപ്പുകൾ തമ്മിൽ അടി ഉണ്ടായി. അപ്പൊ അവിടെ ആ സ്റ്റേറ്റിന്റെ കൊളാപ്സ് ആവുകയാണ്, അവന്റെ പവർ, സ്റ്റേറ്റിന്റെ പവർ കൊളാപ്സ് ആയി പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ചുകൂടെ കാര്യമായിട്ട് അവരെ ഫങ്ഷൻസ് നോക്കണം. സ്റ്റേറ്റിന്റെ ഇന്റേണലും എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാക്കാണ്ടും അതിനെ ഫുൾഫിൽ ചെയ്യിക്കാനും അവർ നോക്കണമെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇനി ഇതില് ഈ സ്റ്റേറ്റിന്റെ കണ്ടീഷനിൽ വരുമ്പോ നേച്ചർ അങ്ങോട്ട് മാറുകയാണ്. നേച്ചർ അങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കും ന്യൂ ഗ്ലോബൽ എക്കോണമി വെച്ച് നമ്മള് ഇൻഫർമേഷൻ ടെക്നോളജി, ICT, അതേമാതിരി ഫ്രീ ട്രേഡ്, ഫ്രീ ഫ്ലോ ഫൈനാൻസ്, ഫ്രീ മാർക്കറ്റ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ഇൻവോൾവ്മെന്റ്, അതേമാതിരി തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IMF ഒക്കെ പണം കൊടുക്കാനും, വേൾഡ് ബാങ്ക് പണം കൊടുത്ത് അവരെ സഹായിക്കുന്നു. അങ്ങനെ അവരുടെ കൺട്രീന്റെ പ്രോഗ്രസിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മൾ വേൾഡ് ബാങ്കും IMF-ഉം WTO-യും എല്ലാ അതർ ഗ്ലോബൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എടുത്തു വരുമ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും വാഷിങ്ടൺ കോൺസെൻസസ് എന്നാണ് അതിന് പറയുന്നത്. ഇനി ബാക്കിയുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ബാക്കിയുള്ള കൺട്രികൾ നോക്കുകയാണെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയും. 80-ലും 90-ലും ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിഫോം ചെയ്യുകയും മോണിറ്ററി വൈസുള്ള പോളിസികൾ, ബഡ്ജറ്റ് പോളിസി, പോളിസീസ് ഓഫ് ട്രേഡ്, കോമേഴ്സ്, കണ്ടീഷണാലിറ്റീസ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഓട്ടോണമി സ്റ്റേറ്റിനെ ഫ്രാൻസിസ് ഫുക്കേമ പറയുന്നുണ്ട് എൻഡ് ഓഫ് ദ നേഷൻ സ്റ്റേറ്റ് എന്ന്. അപ്പോ ഇതിന് ശേഷം നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ എക്കണോമിക് ട്രാൻസ്ഫർമേഷൻസ് ആണ്. ആ റോൾ ബാക്ക് ടു ദ സ്റ്റേറ്റ് എന്നുള്ള ആ ടേം എടുത്തിട്ട് നമ്മൾ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷനും അവരുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യുക, പ്രൈവറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് റൺ ബിസിനസ് കൊണ്ടുവരിക, പവർ ട്രേഡ് യൂണിയൻസ് കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രീ മാർക്കറ്റ് ലിബറലിസം കൊണ്ടുവരിക, കോമ്പറ്റീറ്റീവ് ഇൻഡിവിജ്വലിസം കൊണ്ടുവരിക. അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിയോ ലിബറൽ സ്റ്റേറ്റ് എന്നാണ്. നിയോ ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിയാണ്. ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേഷനെയും സ്പെസിഫിക് ഗ്രോത്തിന് അണ്ടർമൈൻ ചെയ്യുന്ന വെൽഫെയർ സ്റ്റേറ്റിനെയും ഫോക്കസ് ചെയ്ത് എക്സ്ട്രാ എക്കണോമിക് പ്രീ കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു. അവിടെ ലിബറലിസം ഡിഫൈൻ ചെയ്ത ഫ്രീ മാർക്കറ്റ് കൊണ്ടുവരുന്നു. ഇത് നിയോ ലിബറലിസം അറ്റംപ്റ്റ് ചെയ്യുന്നത് വേൾഡ് എക്കോണമി ഒന്ന് ഓർഗനൈസ് ചെയ്ത് ട്രാൻസ് ക്യാപിറ്റൽ, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരികയും ആ സ്റ്റേറ്റിന്റെ പവർ കൊണ്ടുവന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, മാക്സിമം പ്രഷറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എക്കണോമിക് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരിക, ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരിക, അങ്ങനെ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരിക, നിയോ ലിബറലിസം വഴി റിച്ച് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിനെ ഒന്ന് സഹായിക്കുക. ഇതിൽ കൂടെ ഈ ലെസണിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്
മാസ് മൈഗ്രേഷൻ എവിടെന്ന്? ക്രോസ് നാഷണൽ ബോർഡേഴ്സിൽ മാസ് മൈഗ്രേഷൻ, പോപ്പുലേഷൻ നെയ്ബർ സ്റ്റേറ്റ്സ് എന്ന് കോൺഷ്യസ് ആയിട്ട് മാറിപ്പോകുന്നുണ്ട്. കാരണം ഈ ബോർഡേഴ്സിൽ USA-ലും മെക്സിക്കോയിലും ജർമ്മനിയിലും പോളണ്ടിലും ഇന്ത്യയിലൊക്കെ ഈ പ്രഷറൈസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റെഫ്യൂജീസിനെയും ഇല്ലീഗൽ ഇമിഗ്രേഷനും ഒന്ന് നിർത്തണം. നോഷൻ എന്താ വെച്ചാല് യൂറോപ്യൻ യൂണിയനും ഇതേമാതിരി ബോർഡർലെസ് യൂറോപ്പ് ഉണ്ടാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഒരു ടേം കരുന്നു ബ്രെക്സിറ്റ് എന്ന്, അത് യൂണിയനിൽ നിന്നും വന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അടുത്ത ചാപ്റ്റർ പറയുന്നത് സിവിൽ സൊസൈറ്റി റിലേഷൻ ആണ്. ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് നാട്ടിലുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? ഏത് സ്റ്റേറ്റ് സിവിൽ സൊസൈറ്റി റിലേഷൻഷിപ്പ് വരുന്നാലും അത് പൊളിറ്റിക്കലി തിയറിയാണ്. ഡെമോക്രാറ്റൈസേഷൻ നടക്കുന്നത് 1980-ൽ. അപ്പൊ ഗ്ലോബലൈസേഷൻ ഉണ്ട്. ഈ സിവിൽ സൊസൈറ്റിനെ ഷാർപ്പായിട്ട് കൊണ്ടുവരാണ്. ആ സിവിൽ സൊസൈറ്റിയുടെ റിലേഷൻ സ്റ്റേറ്റുമായിട്ടുള്ള റിലേഷൻ, ഇതാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ. അപ്പൊ ലാസ്റ്റ് 30 കൊല്ലത്ത് നമ്മൾ കാണുന്നത് ഐഡിയ സിവിൽ സൊസൈറ്റി എന്താണ്, കോൺസെപ്റ്റ് എന്താണ് സിവിൽ സൊസൈറ്റി. സർട്ടൻ നോൺ സ്റ്റേറ്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇവര് അവരുടെ സൊസൈറ്റി ഫോർമേഷൻ എങ്ങനെയാ വെച്ചാല് സൈസ്, ഫങ്ഷൻ, സ്പെസിഫിക്കലി ഏത് ഗ്രൂപ്പാണ്, കളക്റ്റീവായിട്ട് ഒരുമിച്ചായിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റപ്പ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സിവിൽ സൊസൈറ്റി ടിപ്പിക്കലായിട്ട് ഒരു സൊസൈറ്റിയിലും അവരുടെ ഉദ്ദേശം പബ്ലിക് സ്ഫിയറും കോമൺ പബ്ലിക് കൺസേണിനെ പറ്റിയും അതിനെ മാറ്റാൻ, റിസോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്കില് റോമൻ പീരീഡില് നാലാമത്തെ നമ്മളുടെ 20th സെഞ്ചുറിയുടെ അവസാന കാലഘട്ടങ്ങളിലാണ് ഈ സിവിൽ സൊസൈറ്റി എന്നുള്ള ഒരു ടേം തന്നെ വരുന്നത്. ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ഡെമോക്രസിയും ഡെവലപ്മെന്റിനെ പറ്റിയുള്ള അറിവിനെ പകർന്നു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി എടുപ്പിക്കുക എന്നുള്ളതാണ്. റോൾ ബാക്ക്, എന്നിട്ട് മിനിമൈസ് ചെയ്യുക, മാക്സിമം നേച്ചറും റോള് സിവിൽ സൊസൈറ്റി വഴി അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റിന്റെയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ശരി, അപ്പൊ നമ്മൾ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമ്പോൾ എന്താണ് ഈ സിവിൽ സൊസൈറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ടേം ഉപയോഗിക്കുന്നത് സൊസൈറ്റിയൽ ഡെലിബറേഷൻസ് ആണ്. അതെന്താന്ന് വെച്ചാല് ആ അവയർനെസ് ആണ്, അത് കൂടുതലായിട്ട് അവയർനെസ് ആണ്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വ്യൂ പോയിന്റ്സ് ആണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെമോക്രസിയില് കണ്ടംപററി ടേം ആയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു. ഇവിടെ സിവിൽ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ഒറിജിൻ വന്നു, ഈ റൈറ്റ് വന്നത് 1830 US-ല് ഫ്രഞ്ച്മാൻ ടൊക്കോലി, അലക്സി ഡി ടൊക്കോലി ഫ്രഞ്ച്മാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ഇൻക്യൂറബിൾ ആയിട്ടുള്ള വോളണ്ടറി അസോസിയേഷൻസ് ഗ്രൂപ്പ് എമർജിങ് ഡെമോക്രസിയില് അമേരിക്കയില് അങ്ങനെ വന്നിട്ടാണ് ഈ വോളണ്ടറി അസോസിയേഷൻ വന്ന് ഒരു ഇമ്പോർട്ടന്റ് റോൾ, അതായത് ജനാധിപത്യത്തിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ അവരുടെ കളക്റ്റീവ് പ്രോബ്ലംസിനെ ഡിസ്കസ് ചെയ്യാനും അതേമാതിരി തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് അതിന് ഈ ഒരു എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, ഗവൺമെന്റിന്റെ പെർഫോമൻസ് ശരിയാവാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ വോളണ്ടറി അസോസിയേഷൻസ് ഉണ്ടായി, ഡ്രോയിങ് ഇൻഡിവിജ്വൽസും പ്രൈവറ്റ് കൺസേൺസും ഉണ്ടായി, ഫോക്കസ് ചെയ്തു, സ്ട്രൈവ് ചെയ്ത് എനേബിൾ ചെയ്തിട്ട് ഓൺ എക്സിസ്റ്റൻസിന് വേണ്ടി എന്തൊക്കെ വിധത്തിൽ നമുക്ക് ഇന്റർമീഡിയറ്ററി ഓർഗനൈസേഷൻസ് ഉണ്ടാക്കാമോ, ഇൻഡിവിജ്വൽ, സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, ഇങ്ങനെ വന്നു. അപ്പൊ ഈ പോളിസി ഡിസ്കഷൻസ് എല്ലാവിധ ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. പോളിസി മേക്കേഴ്സ്, ഡെവലപ്മെന്റ് പ്ലാനേഴ്സ്, ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യം. അങ്ങനെ സിവിൽ സൊസൈറ്റിക്ക് ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അങ്ങനെയാണ് അത് ഒരു തേർഡ് സെക്ടറായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ സിവിൽ സൊസൈറ്റിയിൽ അസോസിയേറ്റഡ് വിത്ത് ബാക്കിയുള്ള വോളണ്ടറി ഓർഗനൈസേഷനിൽ വരുമ്പോ അരിസ്റ്റോട്ടിൽ തുടങ്ങി ഹോബ്സ് വരെ ഒരു സൊസൈറ്റി ഉണ്ട്. ഈ സൊസൈറ്റിയുടെ ഉദ്ദേശം എന്താണ്? ഗുഡ് ലൈഫ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാവർക്കും ഈക്വാലിറ്റി കിട്ടുക,
പീസ്ഫുൾ ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായി താമസിക്കാൻ സാധിക്കുക. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. അത് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയോ വോളണ്ടറി ഓർഗനൈസേഷൻ വഴിയോ ഗ്രൂപ്പ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇതായിരിക്കണം ഫൈനൽ ആയിട്ടുള്ള ഉദ്ദേശം. അതിനെയാണ് നമ്മൾ ഒരു തിയറീസിൽ പറയുമ്പോൾ പബ്ലിക് സ്ഫിയർ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ്, കോമൺ ആയിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടർ ഇല്ല എന്നല്ല അർത്ഥം, ബിസിനസ് ഗ്രൂപ്പ്സ് ഇല്ല എന്നല്ല അർത്ഥം. വോളണ്ടറി ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ കൂടിയും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഷെയർഡ് സ്പേസ് വേണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആ പബ്ലിക് സ്ഫിയർ അല്ലെങ്കിൽ ഒരു സ്കോളേഴ്സ് എംഫസൈസ് ചെയ്തത് പ്രൈവറ്റ് വേഴ്സസ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ പേഴ്സണൽ വേഴ്സസ് ദ ഇംപേഴ്സണൽ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഒരു ഭാഗത്തിൽ അങ്ങനെ വരുന്ന ഒരു സംഘർഷം വന്നു. അതിലാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ആലോചിക്കാനും എടുത്തു പറയാനും തുടങ്ങുന്നത്. മോഡേൺ സോഷ്യൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ പറയുമ്പോൾ വോളണ്ടറി ഓർഗനൈസേഷൻ ആയാലും ശരി, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയാലും ശരി, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആയാലും ശരി, അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ജനാധിപത്യ എക്കോസ് ആണ്. സെക്കൻഡ് ആയിട്ട് സിവിൽ സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് കോൺട്രിബ്യൂഷൻസ്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും കണ്ടസ്റ്റും ഗാർഡ്സും എന്തിനു വേണ്ടിയിട്ടാ? ഐഡിയോളജി, ഓരോ ഐഡിയോളജി ഉണ്ട്, ആ ഐഡിയോളജിനെ പ്രൊട്ടക്ട് ചെയ്യണം. സിവിൽ സൊസൈറ്റിയിൽ ഉള്ള മാർക്കറ്റ്, സ്റ്റേറ്റ് മാർക്കറ്റ്, മാർക്കറ്റിന്റെ കൺട്രോള്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഗുഡ് സൊസൈറ്റി വരും. ആ ഗുഡ് സൊസൈറ്റി വഴി ഫൈൻ ആയിട്ടുള്ള ബാലൻസ് കിട്ടും. ആ എല്ലാ സെക്ടേഴ്സിലും താമസിക്കുന്നവർക്ക് ഒരു ഗുഡ് സൊസൈറ്റി വന്നു. ആ സൊസൈറ്റി വഴി ഡിഫറെന്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുകയും അതിനെ പല വിധത്തിൽ നിന്ന് കളക്റ്റീവ് ആയിട്ടുള്ള ചോയ്സുകൾ ഉണ്ടാക്കുകയും ട്രേഡ് ഓഫ് കൊണ്ടുവരും, നെഗോഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റോൾ പബ്ലിക് സ്ഫിയർ എന്നുള്ളത്, പബ്ലിക് പൊളിറ്റി എന്നുള്ളതിന് ഒരു ജനാധിപത്യത്തിൽ കൂടുതലായിട്ട് സിവിൽ സൊസൈറ്റിനെ പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ അസോസിയേഷൻ. അപ്പൊ അതില് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒരേ ടേമില് കോഎക്സിസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടംപററി ആയിട്ടുള്ള ഡിബേറ്റ്സ് നടത്തുക, അനാലിസിസ് നടത്തുക, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിനെ പറ്റി പരാമർശിക്കുക, സിവിൽ സൊസൈറ്റിനെ പരാമർശിക്കുക, ഇതിനെപ്പറ്റിയുള്ള റിലേഷൻസ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സിവിൽ സൊസൈറ്റിയും സ്റ്റേറ്റും എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആണ്. എവല്യൂഷണറി ഇത് എങ്ങനെ പരിണാമം കൊണ്ടുവന്നു എന്നുള്ളത്. ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ യൂസ് ചെയ്ത ടേം ആണിത്, കൊയിനോയ. അതിന്റെ അർത്ഥം ഫ്രീ അസോസിയേഷൻ ഓഫ് ദ പിയേഴ്സ്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അരിസ്റ്റോട്ടില് പോളീസ് അസോസിയേഷൻ ഓഫ് ഫ്രീ ആൻഡ് ഈക്വൽ മെൻ എന്തിനു വേണ്ടിയിട്ടാണ്? കോമൺ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് സെക്യൂർ ചെയ്തുകൊണ്ടിരണം. അങ്ങനെയാണ് അത് തുടക്കം കുറിക്കുന്നത്. ആദ്യമായിട്ട് റോമൻ തിങ്കർ സിസീറോ 106 to 43 BC യൂസ് ചെയ്ത സിവിൽ സൊസൈറ്റി എന്നുള്ള ടേമില് അബൈഡ് ചെയ്ത് വരുന്നത് റോമൻ ലോ, അതേമാതിരി റോമൻ നിയമം, കൾച്ചർ, ഡിഗ്നിറ്റി. അപ്പൊ ഇങ്ങനെ സിവിൽ സൊസൈറ്റികൾ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ കൂടിയാണ്. ആ കോംപ്രമൻസ് അതർ സ്ഫിയറിലെ സൊസൈറ്റിനെ പറ്റി എടുത്ത് പറയുന്നില്ല. പക്ഷെ മിഡീവൽ പീരീഡ് ആകുമ്പോഴത്തേക്കും ചർച്ചിന്റെ ഇമ്പോർട്ടൻസ്, ചർച്ച് വരുന്നു, അതിൽ പൊളിറ്റിക്കലി ഇൻവോൾവ്മെന്റ് എടുക്കുകയും അപ്പൊ ഡ്യുവൽ ഫോഴ്സസ് ആണ് വരുന്നത്. ചർച്ച്, പൊളിറ്റിക്കൽ അതോറിറ്റി വന്നു കഴിയുമ്പോഴത്തേക്ക് റിലേഷൻഷിപ്പ് അൺസ്റ്റേബിൾ ആവുന്നു. ഈ സമയത്താണ് നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ റൈവലറിയും ക്രിസ്ത്യൻ ഗവൺമെന്റും സൊസൈറ്റിയും തമ്മിൽ. ഇതേമാതിരി തന്നെ ഇവിടെ ഈ സൊസൈറ്റി, ഈ സിവിൽ സൊസൈറ്റി ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ രണ്ട് ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഓഫ് റിനൈസൻസ്, അതേമാതിരി റെഫർമേഷൻ ഇൻ യൂറോപ്പ്. ഇത് രണ്ടിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിനൈസൻസ് റെഫർമേഷനും വരാനുള്ള കാര്യം? കാരണം പവർഫുൾ മോഡേൺ സ്റ്റേറ്റിൽ ഐഡന്റിറ്റി പവർ ആണ്,
പവർ ആരുടെ കയ്യിൽ? ചർച്ചിന്റെ കയ്യിലോ ഗവൺമെന്റിന്റെ കയ്യിലോ? അങ്ങനെ എൻലൈറ്റ്മെന്റ് വരികയാണ് 18-ാം നൂറ്റാണ്ടിൽ. ആ 18-ാം നൂറ്റാണ്ടിലുള്ള ഇൻഡിവിജ്വൽസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതോറിറ്റിയിലും സ്റ്റേറ്റിന്റെ മൊണോപ്പൊളി വരുന്നത് ചാലഞ്ച് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഇനി ഏർലി മോഡേൺ പീരീഡില്, അതായത് 1588 മുതൽ 1679 വരെ ഹോബ്സിന്റെ ഇംഗ്ലീഷ് ഫിലോസഫറാണ് തോമസ് ഹോബ്സ്. അങ്ങേര് ഉപയോഗിച്ച ടേം ആണ് സിവിറ്റാസ് ഓർ കോമൺവെൽത്ത്. കോമൺവെൽത്തിൽ ഒരേ ഇൻഡിവിജ്വൽസ് ഒരേ സ്ഥലത്ത് താമസിക്കുന്നവര്, അങ്ങനെയുള്ള ഒരു ഉദ്ദേശം. ഹോബ്സ് ബിലീവ് ചെയ്തിരുന്നത് ഒറിജിനൽ നേച്ചർ ആൾക്കാരുടെ എല്ലാരും ഈക്വൽ ആയിട്ട്, അതേഴ്സിന് ഈക്വൽ ആയിട്ട് സൊസൈറ്റിയിൽ ഒരുമിച്ച് താമസിക്കുക. അങ്ങോട്ട് ആ ബ്രൂട്ടായിഷ് ആയിട്ടുള്ള പുവർ നാസ്റ്റി ലൈഫിനെ മാറ്റി കോൺസ്റ്റന്റ് സ്ട്രഗിൾ ചെയ്ത് ഇൻഡിവിജ്വൽ പവർ ലിമിറ്റ് ചെയ്ത് സോഷ്യൽ ഡെവലപ്മെന്റും കോമൺവെൽത്തിനെയും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോ ഇവിടെ നമ്മൾ അടുത്ത പരാമർശിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫിലോസഫർ ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക് പറയുന്നത് സൊസൈറ്റിയിൽ അണ്ടർസ്റ്റുഡ് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ട്രീറ്റീസ്, അങ്ങനെ എഴുതിയ പുസ്തകമാണ് ടു ട്രീറ്റീസ് ഓഫ് സിവിൽ ഗവൺമെന്റ് 1689. ഇതിൽ കൂടെ പരാമർശിക്കുന്നത് മുഴുവനും സിവിൽ സൊസൈറ്റിയും ഓപ്റ്റിമൽ റെമഡി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നാച്ചുറൽ ലൈഫ് ടു ലൈഫ് ലിബർട്ടി, അതേമാതിരി തന്നെ മനുഷ്യന്റെ ഫോർമേഷൻ പൊളിറ്റിക്കൽ ആയാലും ശരി സിവിൽ സൊസൈറ്റി വഴിയായാലും ശരി ലിമിറ്റ് ചെയ്യുന്നു. ഈ ലിമിറ്റ് ചെയ്ത ഡിവൈഡ് ചെയ്യുന്ന പവേഴ്സിനെ നമ്മൾ കമ്പോണൻസ് എന്തൊക്കെയാണ്, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ബ്രാഞ്ചസ് ആയിട്ട് മാറ്റുകയാണ്. ദ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചില് ക്രിയേഷൻ ഓഫ് ലോ, നിയമം ഉണ്ടാക്കുക. പിന്നെ അടുത്തത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചില് ആ ഉണ്ടാക്കിയ നിയമത്തിനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക, അങ്ങനെ അതിന് നിയമത്തിനെ സ്ഥാപിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ്ഡ് ഓൺ ഡോക്ട്രിൻ ഓഫ് ഗോഡ് ഗിവൺ നാച്ചുറൽ ലോ, അതായിരുന്നു ഈവൻ ഫ്രഞ്ച് റവല്യൂഷനിലെ ഫൈറ്റിനുള്ള കാരണം തന്നെ അത് തന്നെയായിരുന്നു. ഡിവൈൻ ലോ റൈറ്റ് തിയറിയെ പ്രാക്ടീസ് ചെയ്യുന്നതും ഗവൺമെന്റ് ഒപ്പോസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നാച്ചുറൽ റൈറ്റ്സ് ആയിട്ട് പ്രിസർവേഷൻ നോക്കുക, നമ്മുടെ ലൈഫ്, നമ്മുടെ പ്രോപ്പർട്ടി, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി ഒരു ജീൻ ജാക്കസ് റൂസോ, ജനീവ ബേസ്ഡ് ആയിട്ടുള്ള ഫിലോസഫർ, ഹോബ്സും ലോക്കും ഇമ്പോർട്ടൻസ് റൈറ്റ്സിന് ഇൻഡിവിജ്വൽ കൊടുത്തു എന്നുള്ളതാണ് അഭിപ്രായം. ഈ ഐഡിയ ഓഫ് സോഷ്യൽ കോൺട്രാക്ടിന്റെ പ്രകാരം വരുമ്പോൾ ലോ മേക്കേഴ്സിനും അതിനെ പ്രൊമൾഗേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനും എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അതിനെയാണ് അരീന എന്ന് പറയുക. അപ്പൊ ഇതിനെ കോമൺ ജനറൽ വില്ലായിട്ട് കൊണ്ടുവരുന്നു. ഇനി പൊളിറ്റിക്കൽ എക്കോണമിയും എൻലൈറ്റ്മെന്റും. എന്താണ് എൻലൈറ്റ്മെന്റ്? ബോധോദയം ഉണ്ടാവുന്നത്. സൊസൈറ്റി ഒരു ഫങ്ഷണൽ യൂണിയനിലോ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സിവിൽ സൊസൈറ്റി എമർജ് ചെയ്യുന്നു വരുന്നത് ഒരു ഇന്ററാക്ഷൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഫോംഡ് ബൈ അവിടുത്തെ ആൾക്കാര്. അപ്പൊ മൊണ്ടേസ്ക്യൂ പറയുന്നത് പ്രെജുഡീസ് ഇല്ലാണ്ട് എല്ലാവരും ഒരുമിച്ച് പോകണം, എല്ലാവരുടെയും നീഡിനെ മനസ്സിലാക്കണം, എല്ലാവരുടെയും ഹ്യൂമാനിറ്റീനെ പ്രിസർവ് ചെയ്ത് റിലീജിയസ് ആയിട്ടോ എത്നിക് ആയിട്ടോ നാഷണൽ സെക്ടറിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡേവിഡ് ഹ്യൂം കൺസിഡർ ചെയ്തു വരുന്നത് കോൺട്രാക്ട്ലെസ് സൊസൈറ്റി. ആഡം സ്മിത്ത് പറഞ്ഞു, അതേമാതിരി ഹ്യൂം, ഫെർഗോൺ, മില്ലർ, ഇവരൊക്കെ അഡ്വാൻറ്റേജ് എടുക്കുന്നത് മുഴുവനും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റീനാണ്. ഈ ഫാമിംഗ് സൊസൈറ്റി വരുമ്പോഴത്തേക്കും സിവിൽ സൊസൈറ്റി എന്തുകൊണ്ട് ഷേപ്പ് ചെയ്ത് എടുത്തു വരുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു, കോൺട്രാക്ട് ഉണ്ടാക്കുന്നു, റിക്വയർസ് ട്രസ്റ്റ്, പരസ്പരം വിശ്വാസവും ജസ്റ്റിസും. അങ്ങനെയാണ് ന്യൂ ഡിസ്ക്രിപ്ഷൻ സിവിൽ സൊസൈറ്റിയിൽ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ട്രേഡ് മാനുഫാക്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരികയും എക്കോണമീനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കോൺസെപ്ഷൻ ഓഫ് എക്കോണമി ഇൻ പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത് ഇല്ലാണ്ട്
നമുക്ക് എക്കോണമി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഇക്കോണമിനെ നമ്മൾ എടുത്തു പറയുന്നു, അതിനെ പബ്ലിക് ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഫർഗൂസന്റെ സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ പവറും വേണം, കൾച്ചറൽ അച്ചീവ്മെന്റ്സും വേണം, സെൻസ് ഓഫ് പബ്ലിക് സ്പിരിറ്റും വേണം. ഇനി ഇതിന്റെ കൂടെ നമ്മൾ പെയിൻ, അതായത് റൈറ്റ്സിനെ പറ്റി, നമ്മളുടെ അവകാശങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള അവകാശങ്ങളിനെ പറ്റിയാണ് പറയുന്നത്. ആ നാച്ചുറൽ അവകാശങ്ങള് അൺക്വാളിഫൈഡ് സൊസൈറ്റി വാദിക്കുന്നത് എന്താ വെച്ചാല് റെഗുലേറ്റ് ചെയ്യുക, ലിറ്റിൽ ഗവൺമെന്റിന്റെ കൂടെ റെഗുലേറ്റ് ചെയ്യുക, റിഡക്ഷൻ, സ്റ്റേറ്റിന്റെ പവർ മിനിമം വെച്ച് എൻകറേജ് ചെയ്ത് ഫോർമേഷൻ ചെയ്യുക, ഇന്റർനാഷണൽ കോൺഫെഡറേഷനിലേക്ക് കൊണ്ടുവന്ന് പീസ്ഫുൾ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, എല്ലാ സിവിൽ സൊസൈറ്റിയിലും ഇന്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരിക. ആ ന്യൂ ഐഡിയനെയാണ് നമ്മൾ ഗവൺമെന്റ് വിത്ത് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പരാമർശിക്കുന്നത് ഒരു സിവിൽ സൊസൈറ്റിയുടെ ഒരു പാർട്ട്, സിവിൽ സൊസൈറ്റി ഒരു സൊസൈറ്റിയുടെ പാർട്ടാണോ, അതിന്റെ ലൈഫ് ആണോ, അതിന്റെ ജീവനാണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഡെമോക്രസി അമേരിക്കയില് 1835 ഒരു പുതിയ സിവിൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് കൊണ്ടുവന്നു. ഈ റിലേഷൻഷിപ്പില് റോള് എന്തിനാണ്? സേഫ് ഗാർഡ് ദ ടിറണി ഓഫ് ദ സ്റ്റേറ്റ്, അതായത് നമ്മളുടെ സ്റ്റേറ്റിന്റെ അധികാരം അതിനെ കൺട്രോൾ ചെയ്യുക, അതേമാതിരി ഡിഫൻസ്, ആൾക്കാരുടെ ഡിഫൻസ്, ഫ്രീഡം, ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം എല്ലാം നോക്കുക. ഇതുവഴി നോക്കുമ്പോൾ മോഡേൺ സ്റ്റേറ്റ്സ് കൺട്രോൾ ചെയ്യേണ്ടത് സിവിൽ അസോസിയേഷൻസിന് വിച്ച് ആർ നോട്ട് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോ ഇവിടെ സിവിൽ സൊസൈറ്റിക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റഡ് സ്റ്റേറ്റ് പവർ വേണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. അങ്ങനെ പ്ലൂറാലിറ്റി ഓഫ് സിവിൽ അസോസിയേഷൻസ് ഡെമോക്രാറ്റിക് റെവല്യൂഷനിൽ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഈ ഇൻഡിവിജ്വൽസ് ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കൂടുതൽ സെൽഫിഷ് ആയി പോകും എന്നുള്ള ഒരു കാരണം ഉണ്ടുകൊണ്ട് പ്ലൂറാലിസ്റ്റിക് സെൽഫ് ഓർഗനൈസ്ഡ് സിവിൽ സൊസൈറ്റി ഉണ്ടാക്കുകയും അതുവഴി ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യാൻ നോക്കുന്നു. ഇനി സിവിൽ സൊസൈറ്റിന്റെ ഒരു പബ്ലിക് സ്ഫിയർ എന്താണ്? പബ്ലിക് സ്ഫിയർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് പറയുന്നത്. ഇവിടെ ജർമ്മൻ ഫിലോസഫർ പറഞ്ഞിട്ടുള്ളതിനെ എടുത്തു പറയാൻ പോവാണ്. ഇവിടെ ദ സ്ട്രക്ചറൽ യൂറോപ്യൻ കൾച്ചറിനെ ഡോമിനേറ്റ് ചെയ്ത റെപ്രസെന്റേഷണൽ കൾച്ചറൽ, ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വരുന്നത് മൊണാർക്ക്, രാജ അധികാരം, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിനെ റൈസ് ചെയ്ത ക്യാപിറ്റലിസത്തിനെ, മുതലാളിത്വത്തിനെ നിർത്തലാക്കുക. പബ്ലിക് സ്ഫിയർ അവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ സ്ഫിയർ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനുമുള്ള അധികാരം. അപ്പൊ ഈ ഡിബേറ്റ് അല്ലെങ്കിൽ ഈ ചർച്ചകൾ ഏത് വഴി വരും? മാസ് മീഡിയ വഴിയും സോഷ്യൽ മീഡിയ വഴിയും അക്കാഡമിക് ആയിട്ടുള്ള റൈറ്റിംഗ് വഴിയും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്, അവൈലബിൾ ആണ്. അതായത് ഡെമോക്രസിയിലുള്ളവർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു വ്യൂ പോയിന്റ് അവൈലബിൾ ആയിട്ട് വരണം എന്നാണ് അർത്ഥം. ഇനി ഇതിന്റെ സിവിൽ സൊസൈറ്റിനെ പറ്റി ക്രിട്ടിക്സ് എന്തൊക്കെയാ പറയുന്നത്? ക്രിട്ടിക്സ് പറയുന്നത് ഇവിടെ 19ാം നൂറ്റാണ്ടിൽ ജോർജ് ബെൽറിച്ച് ഹെഗും കാറൽ മാക്സും പറയുന്നത് ഇതിനെ പറ്റി സ്റ്റേറ്റ് സ്റ്റഡി ചെയ്യണം, സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി റിലേഷൻഷിപ്പിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിന് ഇക്കണോമിക് മോഡേണൈസേഷനും ഡ്രിവൺ എക്കോണമിയും പറയേണ്ടത്. സിവിൽ സൊസൈറ്റിയില് സ്ഫിയർ ആയിട്ട് ആൾക്കാരുടെ മാർക്കറ്റിലുള്ള ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ പറയാം സിവിൽ സൊസൈറ്റി എറീന എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, ആ എക്കണോമിക് ആക്ടിവിറ്റി വഴി അവർക്ക് ആർഗ്യൂ ചെയ്തെടുക്കേണ്ടത് യൂണിവേഴ്സൽ ഈഗോയിസം. അപ്പൊ ഇവിടെ യൂണിവേഴ്സൽ ഈഗോയിസം എന്ന് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അക്കോർഡിംഗ് പറഞ്ഞു വരികയാണെങ്കിൽ ഓരോ ഹോൾ ഇൻട്രസ്റ്റ് ഉണ്ട് സൊസൈറ്റിക്ക്. ആ സൊസൈറ്റിയുടെ എല്ലാവിധ മാറ്റേഴ്സും സൂപ്പർവൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടത് സിവിൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇതേമാതിരി കാറൽ മാർക്സ് സ്റ്റേറ്റിന്റെയും സിവിൽ സൊസൈറ്റി റിലേഷൻഷിപ്പിനെയും എടുത്തു പറയുന്നുണ്ട്. എടുത്തു പറയുമ്പോൾ ജൂയിഷ് ക്വസ്റ്റ്യനില് എന്താ പറയുന്നത് വെച്ചാല് ടേമില്
സിവിൽ സൊസൈറ്റി, ജർമ്മൻ ഐഡിയലിസം. മാർക്സ് ക്ലെയിം ചെയ്യുന്നത് മോഡേൺ കോൺട്രഡിക്ഷനില് സൊസൈറ്റി ആസ് എ സിറ്റിസൺ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു അവിടുത്തെ സിറ്റിസൺ എന്നുള്ള ലെവലില് ആ സിറ്റിസൺ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്. ആ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഒരു സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സിവിൽ സൊസൈറ്റി വേണം. പ്രൊട്ടക്ട് ചെയ്ത് യൂണിവേഴ്സൽ ഇൻട്രസ്റ്റിലും അഗേൻസ്റ്റ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് കൊണ്ടുവരണം. മാർക്സ് പറയുന്നത് സിവിൽ സൊസൈറ്റി ഒരു വിധത്തിലും പ്രീ സ്റ്റേറ്റ് ഇക്കണോമിക് സോഷ്യൽ ലൈഫിലേക്ക് കൊണ്ടുവരരുത്. എന്താ പറയുന്നത്? സിവിൽ സൊസൈറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അനലൈസ് ചെയ്ത് നേച്ചർ, പൊളിറ്റിക്കൽ ഇക്കോണമീനെ നേച്ചറിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം അതിനെപ്പറ്റി എടുത്തെടുത്ത് അതിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ഫിയറിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാർക്സിന്റെ അഭിപ്രായം വരുമ്പോൾ സിവിൽ സൊസൈറ്റി അവിടെ എപ്പോഴും ക്ലാസ് സ്ട്രഗിൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ 20ാം നൂറ്റാണ്ടിൽ ആന്റിയോണോ, ഇറ്റാലിയൻ സ്കോളറാണ്, അങ്ങനെ പറയുന്നു ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ നീഡ്സും ഓർഗനൈസേഷൻസും സെൽഫ് റെഗുലേഷനും ഫ്രീഡത്തിനെ പറ്റിയും പറയുന്നുണ്ട്. ഇവിടെ സിവിൽ സൊസൈറ്റി വ്യൂ ചെയ്യുന്നത് കാറൽ മാർക്സ് പറഞ്ഞ മാതിരിയല്ല. ഇക്കണോമിക് റിലേഷൻസ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ സിവിൽ സൊസൈറ്റിയിൽ വളരെ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അഭിപ്രായം. ഈ സിവിൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോമിനന്റ് ക്ലാസ് കൺട്രോൾ ചെയ്യുന്നത് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടുള്ള കൺട്രോളിങ് അല്ല വരേണ്ടത്. ഇവിടെ രണ്ട് ബേസിക് കോമ്പോണൻസ് പറയുന്നുണ്ട്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഏതൊക്കെയാ? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്കൂൾസ്, ചർച്ച്, ക്ലബ്ബ്, ജേർണൽസ്, പാർട്ടീസ്, ഇതൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ധനപരമായിട്ടും പൊളിറ്റിക്കലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതേമാതിരി ഗവൺമെന്റിന്റെ സെക്കൻഡ് ആയിട്ട് വരുന്നത് പൊളിറ്റിക്കൽ സൊസൈറ്റി. എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഗവൺമെന്റ് ഓഫീസ്, കോർട്ട്, പോലീസ്, ആർമി, ഇൻസ്ട്രുമെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് അവർ ഡോമിനേഷൻ എതിർത്ത് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സൊസൈറ്റിയിൽ ഇന്റലക്ച്വൽ ആയിട്ട് ഇമ്പോർട്ടന്റ് റോള് ഇതിൽ ഇവരും അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്കത് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ റഷ്യയില് ഇനി അടുത്തതായിട്ട് ഡിഫറെന്റ് കോൺടെസ്റ്റിൽ വരുന്ന സിവിൽ സൊസൈറ്റിയും സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു പോകാം. ഇവിടെ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും നമ്മൾ വെസ്റ്റേൺ സിവിൽ കോൺസെപ്റ്റ്സ് മാറുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്ത് നോൺ വെസ്റ്റേൺ കൺട്രീസ് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ വ്യൂ വ്യത്യാസം വരും. വെസ്റ്റേൺ യൂറോപ്പിലെ എക്സ്ക്ലൂവ്നെസ് ടു ഇൻക്ലൂഷൻ എന്നാണ്. 18-19 ചരിത്രത്തിലാണ് ഇത് നടക്കുന്നത്. അവിടെ ആക്ടിവിറ്റി എല്ലാം സൊസൈറ്റിയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുകയും അവരുടെ പ്രോഗ്രാംസ് വഴി അവരുടെ ആക്ടേഴ്സ് വഴി സ്ട്രെസ് സൊസൈറ്റിയിൽ കോൺഫ്ലിക്ട്സ് കൊണ്ടുവരികയും വരുന്നു. തേർഡ് ഫേസിൽ വരുമ്പോൾ വെസ്റ്റേൺ യൂറോപ്പിൽ ഒരു എമർജൻസി ന്യൂ സോഷ്യൽ മൂവ്മെന്റ് വരുന്നുണ്ട്. അതായത് വിമൻസ് ലിബറേഷൻ വരുന്നുണ്ട്, സ്റ്റുഡന്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഇക്കോളജി പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതെല്ലാം സിവിൽ സൊസൈറ്റിയുടെ റീസൺസിൽ ആക്റ്റീവായിട്ട് എടുത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് US-നും അമേരിക്കയുടെയും വെസ്റ്റേൺ യൂറോപ്പിന്റെയും ക്യാപിറ്റൽ ഡിബേറ്റിങ്ങിനാണ്. ആ ഡിബേറ്റിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെയും അവരുടെ നെറ്റ്വർക്കിന്റെയുമാണ്. അതേമാതിരി തന്നെ യൂറോപ്പില് 3-fold ട്രാൻസിഷൻ വരുന്നുണ്ട്. ആ 3-fold ട്രാൻസിഷൻ വന്നു കഴിഞ്ഞ ശേഷം അവര് സിവിൽ സൊസൈറ്റീനെ കുറച്ചുകൂടെ ട്രാൻസിഷൻ ഫേസിൽ കൂടെ കൊണ്ടുവരുന്നു. ഇനി പോസ്റ്റ് കൊളോണിയൽ കോണ്ടെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ കൊളനൈസേഷൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ ഫ്രീഡം കിട്ടിയ ശേഷമുള്ള റെജീമില് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പോസ്റ്റ് കൊളനൈസേഷനിൽ പറഞ്ഞത്. ഇതിലൊക്കെ പൊളിറ്റിക്കൽ ക്രൈസിസും ഇൻക്രീസ് ആയിട്ടുള്ള ഫോറിൻ ഡെപ്റ്റ്സും പോപ്പുലർ ഡിസ്കണ്ടന്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതേമാതിരി തന്നെ കൊളോണിയൽ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കയിലെ ഓരോരുത്തരുടെ ആസ്പിറേഷൻസും അതേമാതിരി തന്നെ അവരുടെ കൊളോണിയൽ ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സിനെ പറ്റിയും കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ പരാമർശിച്ചു പോകുന്നത് സിവിൽ സൊസൈറ്റിയുടെ ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജിൽ നോക്കുമ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം.
ഓരോ ഡിഫറെന്റ് സ്റ്റേറ്റിലും അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, ഒരു മൂവ്മെന്റ് ആയിട്ട് മാറ്റിയെടുക്കണം, എഡ്യൂക്കേഷന് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പവറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത്രയും പറയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് സിവിൽ സൊസൈറ്റി എടുക്കുന്നു, ഫ്രീഡം അസോസിയേഷൻ. നന്ദി, നമസ്കാരം.